സങ്കീർത്തനം 1 നമുക്ക് വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് 1-ാം സങ്കീർത്തനം. എന്റെ സന്ദേശം അതല്ല എങ്കിലും, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും 3 പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ, മുന്നറിയിപ്പുകൾ സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവ് സങ്കീർത്തനക്കാരൻ മുഖാന്തരം ദൈവജനത്തിന് കൊടുക്കുകയാണ്. നമ്മൾ നിരന്തരം വായിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. നമുക്കെല്ലാം ബൈഹാർട്ടാണ്. ഇതെല്ലാം നമ്മൾ മനപാഠമാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മൾ ആരുടെ പിന്നാലെയാ പോകുന്നത്? നമ്മുടെ മുന്നിൽ ആരാണ്? നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ ആരാണ്? നമ്മുടെ കുടുംബത്തിന്റെ മുമ്പിൽ ആരാണ്? എന്റെ വിശ്വാസത്തിന്റെ മുമ്പിൽ ആരാണ്? എബ്രായ ലേഖനത്തിൽ പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു. ആ യേശുവിന്റെ പിൻപയാണോ പോകുന്നത്? സ്തോത്രം. യേശുവിന്റെ അടുക്കൽ വ്യത്യസ്തമായ ആവശ്യങ്ങളുമായിട്ടാണ് ജനം കടന്നു വരുന്നത്. സ്തോത്രം. വ്യത്യസ്തമായ ആവശ്യങ്ങൾ. ഇന്നത്തെ ഒരു ആത്മിക ലോകത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്, ഭൂരിഭാഗം ആളുകൾക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം മതി. സ്തോത്രം. ഒരു പറ്റം ദൈവമക്കൾ സകലതും വിട്ട്, പാരമ്പര്യം വിട്ട്, മറ്റ് പല വിധത്തിലുള്ള ആരാധനകളൊക്കെ വിട്ട് സത്യദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു എന്ന് പറയുന്നവർ, അങ്ങനെയുള്ള ഭൂരിഭാഗം ആളുകൾ, ഞാൻ പറയും അതിൽ ഭൂരിഭാഗം ആളുകളും വിഗ്രഹാരാധികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോ നമുക്ക് പറയാൻ പറ്റും, എന്റെ വീട്ടിൽ വിഗ്രഹങ്ങളില്ല, എന്റെ വീട്ടിലിരുന്ന് യേശുവിന്റെ ഫോട്ടോ പോലും ഞങ്ങൾ എടുത്ത് കളഞ്ഞു, ഞങ്ങൾ കൊന്തേ മാല വള അങ്ങനെയുള്ളതൊന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല, ഒരു വിഗ്രഹത്തിന്റെ ഒരു പടം പോലും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ ബാഹ്യമായ കാര്യമാണ്. ബാഹ്യമായ നിലയിൽ നാം വിഗ്രഹാരാധികളല്ല. ഇന്ന് പകൽക്കാലം നാം നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തെക്കാൾ അധികം പ്രയോറിറ്റി കൊടുക്കുന്ന എന്താണോ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വച്ചിരിക്കുന്നത്? നമ്മുടെ ചിന്തകളിൽ, പ്രവൃത്തികളിൽ, നോട്ടത്തിൽ, ഭാവത്തിൽ, ഇടപെടലുകളിൽ, സഹകരണങ്ങളിലൊക്കെ ദൈവത്തെക്കാൾ അധികം കർത്താവായ യേശു ക്രിസ്തു ജനത്തോട് ഇങ്ങനെ പറഞ്ഞു, അതിന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ മകനെയോ മകളെയോ ഇഷ്ടപ്പെടുന്നവൻ ദൈവരാജ്യത്തിന് യോഗ്യനല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നതും സ്നേഹം കിട്ടുന്നതും അല്ലെങ്കിൽ സ്നേഹിക്കുന്നതുമായ 2 വ്യക്തിത്വങ്ങളാണ് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹോദരങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ. സ്തോത്രം. ഒരു പറ്റം ആളുകൾ ചില ദൈവദാസന്മാരെ ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ടു നടക്കുക. എന്നെ തെറ്റിദ്ധരിക്കരുത്, ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വചനം കേൾക്കുകയാണ്, ഞാൻ വചനപ്രകാരം നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കൽ കൊറോണ ആണല്ലോ ഈ ഓൺലൈൻ മീറ്റിങ്ങുകളൊക്കെ തുടങ്ങിയത്. ഞങ്ങളുടെ അഹമ്മദാബാദിൽ ഇവിടുത്തെ UPF-ന്റെ ഒരു മീറ്റിംഗ് ഓൺലൈനായിട്ട് നടത്തിയപ്പോൾ, അന്ന് ശുശ്രൂഷിക്കാൻ വന്ന് കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ദൈവദാസന. അന്നത്തെ ആ കൂട്ടായ്മയിൽ ഞാനും കയറി. അന്ന് കയറിയപ്പോൾ അന്നുണ്ടായിരുന്നത് ഏകദേശം 1000-ഓളം ആളുകൾ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ആ കൂട്ടായ്മയിൽ പങ്കെടുത്തു. അതിന്റെ അടുത്ത മാസം, എല്ലാ മാസവും ഫസ്റ്റ് മൺഡേ മീറ്റിംഗ് ഉണ്ട്. അടുത്ത മാസം മറ്റൊരു ദൈവദാസനാണ്. അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഹിന്ദിക്കാരനായ, ഹിന്ദി ഭാഷ സംസാരിക്കുന്ന ഒരു ദൈവദാസനാണ് നെക്സ്റ്റ് മന്തിൽ സംസാരിക്കാൻ വന്നത്. അന്ന് നോക്കിയപ്പോൾ 200 പേര് തികച്ചില്ല. സ്തോത്രം.
നമ്മൾ എന്ത് കേൾക്കാനാണ് വരുന്നത്, ആരാണ് പ്രസംഗിക്കുന്നത് എന്നല്ല വിഷയം, ആരെയാണ് പ്രസംഗിക്കുന്നത് എന്നാണ് വിഷയം. ഇന്ന് ആളുകൾക്ക് ആലോചന കേട്ടാൽ മതി. യേശുവിന്റെ അടുക്കൽ ഒട്ടനവധി ആളുകൾ വന്നു. യേശുവിന്റെ മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 4, 5, 6, 7 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള, നമ്മുടെ ചെവിക്ക്, നമ്മുടെ ഹൃദയത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യവും അവിടെ ഇല്ല. ദഹിക്കാൻ അല്പം ബുദ്ധിമുട്ടാ. ഇത് കേട്ട യഹൂദന്മാര് അവരെടുത്തൊരു തീരുമാനം, ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ബൈബിൾ കക്ഷത്തിൽ വെച്ചിരിക്കുന്ന പലർക്കും കഠിന വാക്കായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാര് ഗ്രഹിക്കും എന്ന് പറഞ്ഞ് ചെറിയവർ മുതൽ വലിയവർ വരെ പിന്മാറിപ്പോയി. യേശു തിരിഞ്ഞ് ശിഷ്യന്മാരോട് ചോദിച്ചു, താൻ പേര് ചൊല്ലി വ്യത്യസ്ത ഇടങ്ങളിൽ വെച്ച് തെരഞ്ഞെടുത്ത 12 ശിഷ്യന്മാര്, അപ്പസ്തോലന്മാരെന്ന് വിളിക്കപ്പെട്ടവരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ? ഞാൻ നിങ്ങളെ പിടിച്ചു കെട്ടി നിർത്തിയിട്ടില്ല, നിങ്ങൾക്കും പോകാം. കാരണം എന്താ? നിങ്ങൾ പോയാലും ഈ തറയിൽ കിടക്കുന്ന കല്ലുകൾ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കും. കല്ലുകൾ എഴുന്നേറ്റ് ആർക്കും. അപ്പോൾ ശീമോൻ പത്രോസ് പറഞ്ഞത് ഇങ്ങനെയാ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിട്ട് എവിടെ പോകാനാ? ഞങ്ങൾ സകലതും വിട്ട് നിന്റെ പുറകെ വന്നത്, ഞങ്ങൾ എവിടെ പോകും? കാരണം എന്താ? നിത്യജീവന്റെ മൊഴികൾ എന്റെ ഹൃദയത്തെ തണുപ്പിക്കുന്ന, എന്റെ നിരാശകളെ മാറ്റുന്ന, എനിക്ക് ബലം തരുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ ക്ഷീണത്തിൽ എന്നെ ശക്തീകരിക്കുന്ന ആ ജീവൻ തരുന്നതായ മൊഴികൾ, വചനങ്ങൾ, അത് നിന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ആ വചനമാണ് നമ്മെ നിത്യതയോട് അടുപ്പിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം ഈ കൂട്ടായ്മയിൽ കയറിയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഹല്ലേലൂയ നല്ല ബോധ്യത്തോടെ അതിൽ ഉറയ്ക്കണം. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം ചെയ്യുന്നവനാണ്. അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. സ്തോത്രം. പക്ഷെ നീ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പുറകെ പോയാൽ നിനക്ക് ക്രിസ്തുവിനെ നഷ്ടപ്പെടും. സ്തോത്രം. നമ്മുടെ ലക്ഷ്യം നിത്യതയിൽ എത്തുക എന്നുള്ളതാണ്. ആ നിത്യതയിലേക്ക് എത്താൻ വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ കഴിയും? കർത്താവ് എന്താണ് നമ്മിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. മതി, സാവകാശം മുന്നോട്ട് പോകാം. ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോടാണ് സംസാരിക്കുന്നത്. പേര് ചൊല്ലി വിളിച്ച് വേർതിരിച്ച് തന്നോട് കൂടെ ഇരിക്കുവാനും നടക്കുവാനും തന്നെ കേൾക്കുവാനും വിളിച്ച് വേർതിരിച്ച ശിഷ്യന്മാരോട്, അന്ന് ആ 12 പേരോടാണ് കർത്താവ് ആ വചനം പറഞ്ഞതെങ്കിൽ ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് അതേ കാര്യം പറയുകയാണ്. അവർക്ക് അവരുടെ ഭാഷയിൽ, അവരുടെ ചിന്തയിൽ, അവർക്ക് മനസ്സിലാകുന്ന വിധത്തിലാണ് കർത്താവ് ഓരോ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. കർത്താവിന്റെ ഓരോ ഉപമകളും നമ്മൾ എടുത്ത് പഠിക്കണം. സ്തോത്രം.
കടല് കാണാത്തവനോട് കടലിനെ കുറിച്ച് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ല. ആനയെ കാണാത്തവനോട് ആനയെ കുറിച്ച് പറഞ്ഞാൽ അവന് പിടികിട്ടത്തില്ല. സ്തോത്രം. ആകാശത്തുകൂടെ പോകുന്ന വിമാനം എന്താണെന്ന് അറിയാത്തവനോട് വിമാനത്തെ കുറിച്ച് പറഞ്ഞാൽ അവൻ അതൊന്നും പിടികിട്ടുകയില്ല. എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞത് ജനത്തിന്, തന്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് പറഞ്ഞു കൊടുത്തു. എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് ഉപമയെടുത്ത് അവർക്ക് സ്വർഗീയമായതിനെ തെളിയിച്ചു കൊടുത്തു എന്നർത്ഥം. സ്തോത്രം. കർത്താവ് ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ഇത് യഹൂദന്മാരായ ശിഷ്യന്മാരോടാ പറയുന്നേ. അവരെല്ലാം യഹൂദ പശ്ചാത്തലത്തിലുള്ളവരാ. അപ്പൊ പഴയ നിയമത്തിൽ ഒരു മുന്തിരിവള്ളിയുണ്ട്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായം നമ്മൾ വായിക്കുന്നു, ഞാനൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, നട്ടു, തടമെടുത്തു, വേലി കെട്ടി, അതിന് വളമിട്ടു, വെള്ളമൊഴിച്ചു, സമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷേ അത് പടർന്ന് പന്തലിച്ച് ഹല്ലേലൂയ ഫലം വന്നപ്പോൾ, മുന്തിരിങ്ങ വന്നപ്പോൾ അത് ഹല്ലേലൂയ കാട്ടുമുന്തിരിങ്ങയായി വന്നു. ഇന്ന് ഭൂരിഭാഗം ആത്മീകരെന്ന് നടിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് കാട്ടുമുന്തിരിങ്ങയാണ്, പുളിപ്പുള്ള മുന്തിരിങ്ങയാണ്. അത് മാർക്കറ്റിൽ വിൽക്കപ്പെടത്തില്ല. കാട്ടുമുന്തിരിങ്ങ മാർക്കറ്റിൽ എടുക്കാറില്ല, അത് വിൽക്കപ്പെടാറില്ല, ആരും വാങ്ങാറില്ല. പക്ഷെ ഇന്ന് ജനം ഓടുന്നത് ആ കാട്ടുമുന്തിരിങ്ങയുടെ പുറകിലാണ്. സ്തോത്രം. കർത്താവ് പറഞ്ഞു നിങ്ങൾ വിവേചനപരം, അല്ലെ? ലേഖനങ്ങളിലൊക്കെ അപ്പോസ്തലനായ പൗലോസ് സഭയെ കുറിച്ച്, കൃപാവരങ്ങളെ കുറിച്ച്, ശുശ്രൂഷാവരങ്ങളെ കുറിച്ച്, ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ താൻ പഠിപ്പിക്കുമ്പോൾ പറയുന്നു നിങ്ങൾ വിവേചനവരം പ്രാപിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് പറഞ്ഞു ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, ഒറിജിനൽ. ഞാൻ ഒറിജിനൽ മുന്തിരിവള്ളിയാ. എന്റെ പിതാവ്, എന്റെ അപ്പൻ ഈ മുന്തിരിവള്ളി, ഞാനാകുന്ന മുന്തിരിവള്ളിയെ നട്ടിരിക്കുന്ന തോട്ടത്തിന്റെ ഉടമസ്ഥനാ. അവൻ കൃഷിക്കാരൻ, അവന്റെയാണ് ഈ തോട്ടം. സ്തോത്രം. നിങ്ങൾ അതിന്റെ കൊമ്പുകളാ, ശാഖകളാണ്. എന്നിട്ട് കർത്താവ് പറയുകയാണ്, 2-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പുകൾ. 2-ാമത്തെ ഭാഗത്ത് പറയുന്നു കായ്ക്കുന്ന കൊമ്പുകൾ. അപ്പോ ഒരേ മുന്തിരിവള്ളിയിൽ കായ്ക്കുന്ന കൊമ്പുകളുമുണ്ട്, കായ്ക്കാത്ത കൊമ്പുകളുമുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, 100 വർഷത്തെ പെന്തക്കോസ്ത് പാരമ്പര്യമെന്ന് സ്റ്റിക്കർ ഒട്ടിച്ച്, നെറ്റിയിൽ സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചാൽ നീ ദൈവ പൈതലാകത്തില്ല. പെന്തക്കോസുകാരന്റെ പാരമ്പര്യ പെന്തക്കോസുകാരന്റെ കുടുംബത്തിൽ നീ ജനിച്ചതെന്ന് അവകാശപ്പെട്ടാൽ സ്വർഗത്തിൽ നിനക്ക് ഇടം കിട്ടുകയില്ല. കാരണം യാതൊരു പാരമ്പര്യങ്ങളും നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. അത് പെന്തക്കോസിന്റെ പാരമ്പര്യമാകട്ടെ, കത്തോലിക്കന്റെ പാരമ്പര്യമാകട്ടെ, ഏത് പാരമ്പര്യവുമാകട്ടെ. ഞാൻ കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്ന് വന്നതാ, എല്ലാം വിട്ട് കളഞ്ഞിട്ടാ വന്നത്. സ്തോത്രം. അപ്പോ യാതൊരു നമുക്ക് സ്വർഗത്തിന്റെ പാരമ്പര്യം വേണമെന്നേ. നമുക്ക് വേണ്ടത് ആ പാരമ്പര്യമാണ്. സ്തോത്രം. ഇവിടെ വസിക്കുന്ന കൊമ്പുകൾ, കായ്ക്കുന്ന കൊമ്പുകൾ. ഈ കൊമ്പുകളെ കൊണ്ടുവന്ന് ഈ നല്ല മുന്തിരിവള്ളിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുക. റോമാലേഖനത്തെ നമ്മൾ വായിക്കുന്നു, കാട്ടൊലിവായിരുന്ന നമ്മെ അവൻ അവിടെ നിന്ന് വെട്ടിയെടുത്ത് നല്ല നാട്ടൊലിവിനോട് ചേർത്ത് ബഡ് ചെയ്തിരിക്കുക. ബഡ്ഡിങ് സിസ്റ്റം. നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെയാണ്, ഈ 10, 25, 30 വർഷത്തിന്റെ ഇടയ്ക്കാണ് ഈ ബഡ്ഡിങ് ഒക്കെ കൂടുതലായിട്ട് നടക്കാൻ തുടങ്ങിയത്. ഇത് നൂറ്റാണ്ടുകൾ കർത്താവ് ചെയ്തെന്ന്, അന്ന് ബഡ്ഡിങ് കർത്താവ് ചെയ്തെന്ന്. 2000 വർഷം മുമ്പ് കർത്താവ് ബഡ് ചെയ്തു. കാട്ടൊലിവായിരുന്ന എന്ന് പറഞ്ഞാൽ കായ്ക്കുന്ന കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്ന നിന്നെ അവിടെ നിന്ന് ചെത്തിയെടുത്ത് നല്ല മുന്തിരിവള്ളിയിൽ ഒട്ടിച്ചു ചേർത്ത് ബഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് ഫലം കായ്ക്കാനാണ്, ഫലം കൊടുക്കാൻ. നാം നമ്മളോട് ചോദിക്കണം, നമ്മിൽ ആ ഫലമുണ്ടോ? ഒന്ന് ആത്മാവിന്റെ ഫലങ്ങൾ,
ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങൾ, ഹല്ലേലൂയ, 9 വിധ ഫലങ്ങളെ കുറിച്ച് അവിടെ കാണുന്നു. സ്തോത്രം. 9 വിധ ഫലങ്ങൾ. സമയങ്ങളിൽ ആ ഫലം നമ്മിൽ നിന്ന് പുറപ്പെടണം. അതെങ്ങനെ? കിഴക്കോട്ട് നോക്കിയ പടിഞ്ഞാറ് നിൽക്കുന്നവന് പ്രൈസലോട് കൊടുക്കുന്നേ. സഭായോഗം കഴിയുമ്പം വടക്കോട്ട് നോക്കി തെക്ക് നിൽക്കുന്നവന് പ്രൈസലോട് കൊടുക്കും. മുഖത്തോട് മുഖം, കണ്ണോട് കണ്ണ് നോക്കാൻ പ്രാഗൽഭ്യമില്ല. കാരണം എന്താണെന്നറിയാമോ? ഫലമില്ലാത്തത് കൊണ്ടാ. കർത്താവ് പറഞ്ഞു എന്നിൽ കായ്ക്കാത്ത. അപ്പോ ഈ കായ്ക്കാത്ത കൊമ്പ്, ഈ സ്നേഹമില്ലാത്ത കൊമ്പും നിൽക്കുന്നത് ക്രിസ്തുവിലാണ് നിൽക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ ജീവിതത്തിൽ ഫലമില്ല, മറ്റൊരാൾക്ക് പ്രയോജനമില്ല. വേദനിച്ച് കിടക്കുന്നവനെ കണ്ടാൽ കരുണ തോന്നത്തില്ല. ഇനി വേറൊരു കൂട്ടരെ കുറിച്ചും കൂടി ഞാൻ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്ത് പറയാം. സ്നേഹം നടിച്ച്, കരുണ അഭിനയിച്ച് കുടുംബങ്ങളെയും വ്യക്തികളെയും തകർക്കുന്ന കാട്ടു ചെന്നായ്ക്കളും ഇതിനകത്തുണ്ട്. ഇന്നത്തെ ആത്മിക ഗോളത്തിലുണ്ട്. സ്നേഹം നടിച്ചു വരും, അഭിനയിച്ചു വരും. സ്തോത്രം. അവർ കുടുംബങ്ങളെ തകർക്കുന്നവർ, വ്യക്തികളെ ഇല്ലാതാക്കുന്നവർ. അവർ സ്വയം അതിവിശുദ്ധരെന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യും. സ്തോത്രം. നാം ഇതിനെ വിവേചിച്ച് തിരിച്ചറിയണം. ഇത് അന്ത്യകാലമാണ്. ഇത് അന്ത്യകാലം. നമ്മുടെ കർത്താവ് വരാൻ സമയം അധികമില്ല. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, നമ്മുടെ രക്ഷിതാവായ, രാജാതി രാജാവായ, കർത്താതി കർത്താവായ യേശു ക്രിസ്തു വാനമേഘത്തിൽ തന്റെ സഭയെ, തന്റെ മണവാട്ടിയായ സഭയെ ചേർക്കാൻ വരുവാൻ താമസം അധികമില്ല. ലോകത്ത് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലോകത്ത് ഒരു രാജ്യത്തിലും സമാധാനമില്ല. നമ്മുടെ ഭാരതത്തിൽ സമാധാനമില്ല. ഭരിക്കുന്നവർക്ക് സമാധാനമില്ല. ഗൾഫ് രാജ്യങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടു. ഇസ്രായേലിൽ അത് പണ്ടേ നഷ്ടപ്പെട്ടു. അമേരിക്കയുടെ സമാധാനം നഷ്ടപ്പെട്ടു. ലോകശക്തികളെന്ന് വിളിച്ചറിയിക്കുന്ന സകല രാജ്യങ്ങളും ഭയത്തിലാണെന്ന് കഴിയുന്നത്. ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റാത്തതായ ഒരു കാലഘട്ടത്തിൽ ഇന്ന് നാം വന്നെത്തിയിരിക്കുന്നു. സ്തോത്രം. ആർക്കും ആരെയും ഭയമില്ല. നേപ്പാളിൽ കണ്ടില്ലേ, ഒരു രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാനമന്ത്രിയെയും കുടുംബത്തെയും തല്ലി ഊപ്പാട് വരുത്തി താൻ താമസിച്ചിരുന്ന ഭവനത്തിന് തീ കൊടുത്തു. ഈ ലോകം എങ്ങോട്ട് പോകുന്നു? നാം ഇതൊക്കെ കണ്ടിരുന്ന് കൈയടിക്കുകയാണോ? നാം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ വാതിൽക്കൽ നിൽക്കുന്നു. എന്റെ വീണ്ടെടുപ്പുകാരൻ വാതിൽക്കൽ നിൽക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെയാണ് ഈ വചനത്തിന്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫലം കായ്ക്കാത്ത കൊമ്പുകൾ വെട്ടിക്കളയുന്ന ഒരു സമയം, അത് കർത്താവിന്റെ നാളിൽ അത് സംഭവിക്കും. ഫലം കായ്ക്കാത്ത കൊമ്പുകളെ വെട്ടിക്കളയുന്ന ഒരു സമയം കർത്താവിന്റെ നാളിൽ അത് സംഭവിക്കും. ഹല്ലേലൂയ. ഇന്നും ഫലം കൊടുക്കാത്ത കൊമ്പുകൾ നമ്മുടെ കൂടെയുണ്ടോ? നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ഹാലിലെ കൂട്ടായ്മകളിലുണ്ടോ? നാം നിൽക്കുന്ന സഭകളിലുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ഒരു മുന്നറിയിപ്പ് തരികയാണ്. ഇന്നു മുതൽ ഹല്ലേലൂയ, ഇന്നലകളിലെ ഫലമില്ലായ്മ മാറ്റിവെച്ച് ഇന്ന് കർത്താവിന് വേണ്ടി ഫലം കൊടുക്കുന്നവരായി തീരുവാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. കർത്താവിനോട് പറ, കർത്താവേ, എനിക്ക് ഫലം കൊടുക്കാൻ വേണ്ടി എന്നെ സഹായിക്കണമേ. ചിലപ്പോൾ ഒരു പുഞ്ചിരിയോടെ ഒരു സ്തോത്രം പറയാനായിരിക്കും ദൈവം നിന്നെ ഉപയോഗിക്കുന്നത്. അത്
ചിലപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്ന സഹോദരിക്കോ സഹോദരനോ അല്ലെങ്കിൽ ആ കുടുംബത്തിനോ വലിയൊരു ആശ്വാസമായിരിക്കും, വലിയൊരു അപകടത്തിൽ നിന്നുള്ളൊരു വിടുതലായിരിക്കും. നിന്റെ ഒരു പുഞ്ചിരി മതി, ചിലപ്പോൾ ചില കുടുംബങ്ങൾ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. രക്ഷപ്പെടും, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. ഹല്ലേലൂയ. ചിലപ്പോൾ നിന്റെ ഒരു ചെറിയൊരു പ്രാർത്ഥന മതി. വലിയ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കാൻ അറിയണമെന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വാരി വലിച്ചൊന്നും പ്രാർത്ഥിക്കണ്ട. ഒരു പ്രശ്നം കേട്ടാൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തെ കുറിച്ച് കേട്ടാൽ, ഒരു കുടുംബത്തിന്റെ അവസ്ഥയെ കുറിച്ച് കേട്ടാൽ, സഹോദര സഹോദരി, ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം അത്ഭുതം ചെയ്യും, ദൈവം അത്ഭുതം ചെയ്യും എന്ന് വിശ്വാസത്തോടെ പറയാനുള്ള ചങ്കൂറ്റമുള്ള ഒരു തലമുറ ഈ നാളുകളിൽ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ഇന്ന് ഭൂരിഭാഗം പേര് എങ്ങനെയാണെന്നറിയാമോ? ഒരള് ചെന്ന് മദ്ദളത്തോട് പറയുന്ന പോലെ. സ്തോത്രം. ഒരള് ചെന്ന് മദ്ദളത്തോട് പറയുക. ഒരു സഹോദരൻ ഒരു പ്രശ്നം കൊണ്ട് ഇങ്ങോട്ട് വരികയാണെന്ന് വിചാരിക്കുക, വലിയൊരു ഭാരത്തിലാ വരുന്നേ. ഒരു ദൈവദാസന്റെ അടുത്തോട്ട് വരിക, പാസ്റ്ററെ പ്രാർത്ഥിക്കണം, വല്ലാത്തൊരു വിഷയമാ. അപ്പൊ പാസ്റ്റർ പറയുക, ഓ എന്തോ പറയാനാ സഹോദര, ഞാൻ അതിനേക്കാളും വലിയ പ്രശ്നത്തിലാ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? ആ വ്യക്തി കടന്നു വന്ന ഒരു പ്രത്യാശയുടെ വാക്കിന് വേണ്ടി കടന്നു വന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു നല്ല വാക്ക് കേട്ട് ഒരു ആശ്വാസം കിട്ടുമോ? സ്തോത്രം. തണുപ്പിക്കുന്നവരാകുവിൻ. പൗലോസ് പറയുന്നത്, ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നത്, ഞങ്ങൾ ഈ വേദന അനുഭവിക്കുന്നത് ഏതൊരു കഷ്ടത്തിലുള്ളവരെയും ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ കഷ്ടങ്ങളല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, ഞങ്ങൾ കഷ്ടങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. അത് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ, മറ്റുള്ളവരെ ഞങ്ങൾ അതുകൊണ്ട് ധൈര്യപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഞാൻ ക്ഷീണിച്ചു പോയാലും പക്ഷെ എന്റെ മുമ്പിൽ നിൽക്കുന്നവനെ ബലപ്പെടുത്തുന്ന വാക്കുകൾ എന്റെ വായിൽ നിന്ന് വീഴണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇങ്ങനെ ഒരിക്കൽ ഒരു പെന്തക്കോസിന്റെ ചരിത്ര പുസ്തകം, ചെറിയൊരു പുസ്തകം പണ്ട് വായിച്ചപ്പോൾ ഞാൻ ഓർക്കുകയാണ്. ഉമ്മച്ചൻ എന്ന് പറയുന്ന ദൈവദാസൻ, കേരളത്തിലെ ആദ്യകാല പെന്തക്കോസിന് ചുവട് വെച്ച ദൈവദാസൻ, അദ്ദേഹം ഷുഗർ വന്ന്, ഡയബറ്റീസ് വന്ന് 60-ാമത്തെ വയസ്സിൽ കട്ടിലിൽ കിടക്കുമ്പോൾ, എഴുന്നേക്കാൻ വയ്യാതെ വളരെ ഭയാനകമായ അവസ്ഥയിൽ താൻ കിടക്കുമ്പോൾ, ദൂരെ എങ്ങോ നിന്ന് 2-3 സഹോദരന്മാർ ഓടി വന്നിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഒരു സഹോദരി വല്ലാത്ത രോഗത്താൽ ഭാരപ്പെടുന്നു, ദൈവദാസനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ, പക്ഷെ ഇദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ കിടക്കുകയാ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ആ സഹോദരിക്ക് വേണ്ടി, എത്രയോ കിലോമീറ്ററുകൾ അപ്പുറമുള്ള സഹോദരിക്ക് വേണ്ടി വയ്യാതെ ക്ഷീണിതനായി കിടക്കുന്ന, മരണത്തെ കാത്തു കിടക്കുന്ന ദൈവദാസൻ പ്രാർത്ഥിച്ചു, പ്രത്യാശയോടെ പ്രാർത്ഥിച്ചു. ആ സഹോദരി വിടുവിക്കപ്പെട്ടു. ഒരു അത്ഭുതം അവിടെ നടന്നു. ഇതാണ് ഫലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഇല്ലായ്മകൾ പങ്കുവെക്കുന്നതല്ല ആത്മിക ജീവിതം. നമ്മുടെ ശൂന്യതകൾ മറ്റുള്ളവരോട് പറയുന്നതല്ല യഥാർത്ഥമായ ഒരു ക്രിസ്തു പൈതലിന്റെ ഹല്ലേലൂയ ഉത്തരവാദിത്തം. ഹല്ലേലൂയ. ഇല്ലായ്മകളുണ്ട്, പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട്, ആരോടും പറയാൻ പറ്റാത്തതായ വിഷയങ്ങളുണ്ട്. പക്ഷേ ഇതിന്റെ എല്ലാം മധ്യത്തിലും എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ ശക്തീകരിക്കുന്ന ഒരു ക്രിസ്തുവിനെ ഞാൻ സാക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ പ്രമാണമായതുകൊണ്ട് ഏതൊരവസ്ഥയിലും ഏതൊരുത്തനെയും സന്തോഷിപ്പിക്കുന്ന, ഏതൊരുത്തനെയും ആശ്വസിപ്പിക്കുന്ന, ഏതൊരുത്തനെയും ഹല്ലേലൂയ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ നാമം, യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഇന്ന് പകൽക്കാലം നമുക്ക് ഏവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. സ്തോത്രം. ഇവിടെ പറയുകയാണ്, കായ്ക്കാത്ത കൊമ്പുകളെ അവൻ നീക്കിക്കളയുന്നു. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ മാങ്ങ കഴിക്കാറുണ്ട്. പൂക്കളൊക്കെ, നമ്മുടെ തോട്ടത്തിലൊക്കെ പൂക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. മാങ്ങ കായ്ക്കുന്നത് എവിടെയാ? വലിയൊരു മാവ്, വലിയൊരു മാവ്, 2 പേര് വട്ടം പിടിച്ചാൽ കിട്ടാത്ത വിധത്തിലുള്ളൊരു പറമ്പ് മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരു മാവിൽ ചെറിയ ചെറിയ മാങ്ങകൾ ഉണ്ടാകുന്നത് എവിടെയാ ഉണ്ടാകുന്നത്? ഈ മരത്തിന്റെ തടിയേലാണോ ഉണ്ടാകുന്നേ? അതോ അതിന്റെ വേരയിലാണോ ഉണ്ടാകുന്നേ? അല്ല,
അതിന്റെ ചെറിയ ചെറിയ ചില്ലകളിലാ, ചെറിയ ചെറിയ ശാഖകളിലാണ് ആ മാങ്ങ ഉണ്ടാകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് അനേകർക്ക് മധുരമായി മാറുകയാ, അനേകരുടെ വിശപ്പ് മാറ്റുകയാ, അനേകരെ ആ ഫലം കാണുമ്പോൾ സന്തോഷിപ്പിക്കുകയാ, ആ സ്ഥലത്തിന്റെ ഉടമസ്ഥൻ സന്തോഷം കൊണ്ട് നിറയുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കായ്ക്കുന്നതിനെ, ഫലം കൊടുക്കുന്നതിനെ, പ്രാർത്ഥിക്കുന്ന നിന്നെ, ആരാധിക്കുന്ന നിന്നെ, ശുശ്രൂഷിക്കുന്ന നിന്നെ അവൻ ചെത്തി വെടിപ്പാക്കുന്നു. അപ്പോ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കായ്ക്കാത്ത കൊമ്പും കായ്ക്കുന്ന കൊമ്പും, ഈ രണ്ട് കൊമ്പുകളിലും ദൈവം തന്റെ ആയുധം ഉപയോഗിക്കും. അയ്യോ കർത്താവേ, ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നു, ഞാൻ 24 മണിക്കൂറും പ്രാർത്ഥനയില്ല, ഞാൻ എപ്പോഴും ഉപവാസത്തില, ഞാൻ ആരാധനയില്ല. സ്തോത്രം. എന്നിട്ട് എന്തിനാ എനിക്ക് ഈ പ്രശ്നം? കർത്താവ് നിന്നെ ചെത്തി വെടിപ്പാക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവേ, ഈ വചനം അനുസരിച്ച് നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? എന്നെ ഒന്ന് ചെത്തി വെടിപ്പാക്കണമേ എന്ന്. ഹല്ലേലൂയ. വളരെ ചുരുക്കം പേരുണ്ടാവും. ഞാൻ പ്രാർത്ഥിക്കാറോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. ഞാൻ പലപ്പോഴും എന്റെ കർത്താവിനോട് പറയാറുണ്ട്, കായ്ക്കാത്ത കൊമ്പ് ഏതാ കർത്താവ് എന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്? നിനക്ക് വേണ്ടി ഫലം കൊടുക്കാത്ത കൊമ്പ് ഏതാ ഉള്ളത്? ആ കൊമ്പിനെ കർത്താവ് നീ വെട്ടിക്കളയണം. ഫലം കൊടുക്കുന്ന കൊമ്പിനെ നീ ചെത്തണം. കാരണം എനിക്ക് ഇന്നലത്തെ പോലെ പോരാ, ഇന്ന് ഒന്നുകൂടി, ഒരു പടി കൂടി എനിക്ക് പ്രാർത്ഥിക്കാൻ, ഒരു പടി കൂടി കർത്താവിനെ സ്നേഹിക്കാൻ, ഒരു പടി കൂടി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നിൽപ്പാൻ എന്നെ നീ ഒന്ന് ചെത്തി വെടിപ്പാക്കണമേ എന്ന്. ഹല്ലേലൂയ. അങ്ങനെ നാം പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും ദൈവം തന്റെ ഹിതപ്രകാരം നമ്മെ പണിതെടുക്കും. സ്തോത്രം. യിരെമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൽ ഉടഞ്ഞുപോയ പാത്രത്തെ പണിയുന്ന കുശവനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്കതൊക്കെ കേൾക്കാൻ നല്ല ഇഷ്ടമാ. ആ വചനം വെച്ചൊരു ദൂത് അങ്ങോട്ട് കാച്ചിയാൽ എല്ലാവരും അങ്ങ് ഏറ്റെടുക്കും. പക്ഷെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ, കർത്താവേ, ആ ഉടഞ്ഞ പാത്രമാണ് ഞാൻ, ഇതുവരെ ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ പണിത് വന്നത്, ഇതുവരെ ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ എന്നെ ഉടച്ച് നിന്റെ ഹിതപ്രകാരം നീ ഒന്ന് പണിയണമേ. കാരണം എന്താ? ദൈവം തന്റെ ഹിതപ്രകാരം നമ്മെ പണിതെടുത്താൽ ദൈവത്തിന്റെ ഹിതപ്രകാരം അനേകർക്ക് അത് അനുഗ്രഹമായി മാറും, അതൊരു വിടുതലായി മാറും, അതൊരു ആശ്വാസമായി മാറും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അപ്പൊ ഫലം കൊടുക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ 4 ചുമരിനകത്തിരുന്ന് 24 മണിക്കൂറും അന്യഭാഷ തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ഹല്ലേലൂയ അങ്ങനെ പോകാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഫലം കൊടുക്കണം, ഫലം കൊടുക്കണം. ഹല്ലേലൂയ. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, അപ്പോസ്തലന്മാരോട് പറഞ്ഞു, എങ്ങനെയാ? നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. അവസാന സമയത്ത് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? കാത്തിരിക്കണം. നിങ്ങൾ 3.5 വർഷം എന്റെ കൂടെ നടന്നതൊക്കെ ശരിയാ, പക്ഷെ അതുകൊണ്ടൊന്നും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും, ഞാൻ മുറിച്ചു തന്ന റൊട്ടിയും മീനും ഒക്കെ നിങ്ങൾ കഴിച്ച് എല്ലാ കാര്യമൊക്കെ ശരിയാ. ഞാൻ വെള്ളത്തിൽ കൂടി നടന്നു, നീ നടന്നു, അത്ഭുതങ്ങൾ കണ്ടു, കൊടുങ്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകളെ ശാസിച്ചു, ഒക്കെ ശരിയാ. ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുന്നു നിങ്ങൾ കണ്ടു, മരിച്ചവനെ എഴുന്നേൽപ്പിക്കുന്നത് കണ്ടു, കുഷ്ഠരോഗികളെ സൗഖ്യമാണ്, ഇതെല്ലാം നിങ്ങൾ കണ്ടു, ശരിയാ. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ പോയി ചിലതൊക്കെ ചെയ്തിട്ട് വന്നു, ഇതൊക്കെ ശരിയാ. പക്ഷെ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, നല്ലൊരു ഫലപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ എന്റെ സാക്ഷികളായി ഭൂമിയുടെ അറ്റത്തോളം പോകണമെങ്കിൽ,
നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. അതിന് നിങ്ങൾ കാത്തിരിക്കണം. ആ ഉയരത്തിലെ ശക്തി പ്രാപിക്കുവാൻ വേണ്ടി അവർ കാത്തിരുന്നു. ആ ശക്തി പ്രാപിച്ച ഈ അപ്പസ്തലന്മാർ, ഈ സഹോദരന്മാർ, ഈ ഹല്ലേലൂയ, ഈ പ്രിയപ്പെട്ടവര് പിന്നെ അവിടെ അടച്ചുപൂട്ടി ഇരുന്നതായിട്ട് എവിടെയെങ്കിലും എഴുതിയിട്ടില്ല. ആ ആത്മനിറവ് പ്രാപിക്കുവാൻ അവർക്ക് ഒരു സൗകര്യം ആവശ്യമായിരുന്നു. അവരവിടെ കൂടിയിരുന്ന് ദൈവത്തെ ആരാധിച്ചു. സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവർ പ്രാപിച്ചു. അവർ കൃപകളും കൃപാവരങ്ങളും പ്രാപിച്ചു. ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത സ്വർഗീയ ഭാഷ അവർ സംസാരിക്കാൻ തുടങ്ങി. സ്വർഗീയ വെളിപ്പാടുകളെ അവർ പറയാൻ തുടങ്ങി. സ്തോത്രം. ആ വെളിപ്പാട് പ്രാപിച്ച പത്രോസും യാക്കോബും യോഹന്നാനും മത്തായിയും ഹല്ലേലൂയ അന്ത്രയോസും ഇവരൊക്കെ അവിടെ നിന്നില്ല. അവർ പോയി. അവിടെ നിന്ന് അവരെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി. എന്താ നമ്മെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാത്തത്? നമ്മെ പരിശുദ്ധാത്മാവ് എന്താ കൊണ്ടുപോകാത്തത്? ആ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് മനസ്സില്ല. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഏറ്റെടുക്കാൻ നമുക്ക് മനസ്സില്ല. ആ ക്രിസ്തുവിനോട് ചേർന്ന് സമയം ചെലവഴിക്കാൻ നമുക്ക് സമയമില്ല. നല്ല മുന്തിരിവള്ളിയിൽ വസിച്ചുകൊണ്ട് ഫലം കൊടുക്കുന്ന കൊമ്പുകളായി നിൽപ്പാൻ നമുക്ക് മനസ്സില്ല. നാം നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കുകയാണ്. സ്തോത്രം. എന്നിട്ട് സഭായോഗത്തിന് വരുമ്പോ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു പൊതുയോഗത്തിലെ മുഖ്യമന്ത്രിയും പ്രൈം മിനിസ്റ്ററും ഒക്കെ വന്നിരുന്ന അവരെ സ്വാഗതം ചെയ്യുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് ദയവായി മുന്നോട്ട് കടന്നു വന്ന് ഞങ്ങളുടെ മധ്യത്തിൽ വന്നിരിക്കണം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണം. ഞാൻ ചോദിക്കുന്നു, വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത്, ഹൃദയത്തിനകത്ത് വസിക്കുന്നത് ആരാ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന് 27-ാമത്തെ വാക്യം ഒന്നെടുത്ത് വായിച്ചേ. ശംധരാദികൾ പ്രൗഢി. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വേദഭാഗം. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. എവിടെ ഇരിക്കുന്നു? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എവിടെ ഇരിക്കുന്നത്? അയലോക്കക്കാരന്റെ വീട്ടിലാണോ? അതോ സഭാഹോളിൽ പുൾപിറ്റിൽ നിരത്തിയിട്ടിരിക്കുന്ന കസേരയ്ക്കകത്താണോ ഇരിക്കുന്നത്? അതോ ദൈവമക്കൾ വരുമ്പോൾ ഇരിക്കാൻ നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ ഏതെങ്കിലും ഒരു കസേരയ്ക്കകത്ത് കയറി കർത്താവ് ഇരിക്കുകയാണോ? തെരഞ്ഞു പിടിച്ചെടുത്തോ എന്നും പറഞ്ഞ്. നമ്മുടെ അകത്ത് വസിക്കുന്നു. ഇതാ വെളിപ്പാട്. മഹത്വത്തിന്റെ പ്രത്യാശ. എന്നെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന, വിളിച്ച, എന്നെ വേർതിരിച്ച, എനിക്ക് വേണ്ടി രക്തമൂറ്റി തന്ന, എനിക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാണനെ തന്നവൻ, അവൻ എന്റെ അകത്ത് വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഈ അറിവ് നമുക്കില്ലെങ്കിൽ, ആ വെളിപ്പാട് നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ, നമ്മൾ എല്ലാ കൂട്ടായ്മയിലും കർത്താവിനെയും പരിശുദ്ധാത്മാവിനെയും ഇങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കും. സ്വാഗതം ചെയ്യുന്നവര് മീറ്റിംഗ് കഴിയുമ്പോൾ അവരങ്ങ് പോകും, അല്ലേ? ഒരു വലിയൊരു പൊതുയോഗത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്ത് ഇരുത്തിയിരിക്കുക എന്ന് ചിന്തിക്കുക. അദ്ദേഹം ആ മീറ്റിംഗ് കഴിയുന്നിടം വരെ ചിലപ്പോൾ ഇരിക്കും. നമ്മുടെ കൂടെ വീട്ടിലോട്ട് വരുമോ? ഇല്ല. അപ്പോ കർത്താവിന് നിന്റെ സ്വാഗതമൊന്നും വേണ്ട, നിന്റെ ജീവിതം മതി. ഗ്ലോറി. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. നീ സ്വാഗതമൊന്നും ചെയ്യണ്ട, നീ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നീ ആ കൊമ്പിൽ ഹല്ലേലൂയ, നീ ആ മുന്തിരിവള്ളിയിൽ ഒരു നല്ല കൊമ്പ് പോലെ നീ അങ്ങ് വസിച്ചാ മതി.
ഫലം കൊടുക്കുന്ന കൊമ്പായി അങ്ങ് ഇരുന്നാ മതി. സ്തോത്രം. എന്നിട്ട് നമ്മൾ പറയും പരിശുദ്ധാത്മാവാണ് ഇവരെല്ലാം കൊണ്ടുവന്നത്. സഭായോഗത്തിന് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നടത്തി. ഇന്ന് പകൽക്കാലം നമ്മളെ രാവിലെ കാലം സഭായോഗത്തിന് വേണ്ടി നമ്മെ ആരാധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നു. അപ്പൊ ഇതുവരെ ആരാധന ഇല്ലായിരുന്നോ? സ്തോത്രം. അപ്പൊ ഇതുവരെ കഴിഞ്ഞ 6 ദിവസം ആരാധന ഇല്ലായിരുന്നു. ഞായറാഴ്ച നേരം വെളുത്തപ്പോഴാണ് ആരാധനയുണ്ടെന്ന് ബോധം വന്നത്. പന്നിക്കൂട്ടി കിടന്നവൻ പന്നിയുടെ കൂട്ടത്തിൽ കിടന്നവന് സുബോധം വന്ന് അപ്പന്റെ മരണത്തെ കുറിച്ച് ചിന്തിച്ചെന്ന് പറഞ്ഞ പോലെ ഞായറാഴ്ച നേരം വെളുത്തപ്പോൾ പെട്ടെന്ന് സുബോധം വന്നു, ഓർമ്മ വന്നു, ഇന്ന് ഞായറാഴ്ചയാണ്, സഭായോഗമുണ്ട്. പെട്ടെന്ന് ഒരുങ്ങി പരിശുദ്ധാത്മാവെ ഓടി വരണേ, ഹൃദയത്തിൽ വരണേ, കർത്താവെ നീ വരണേ, എന്നെ കൊണ്ടുപോണേ. അങ്ങനെയൊന്നും അല്ലെന്നേ. ഞാൻ പഠിച്ച വചനം അങ്ങനെയൊന്നുമല്ല. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വചനം എടുത്ത് ചിന്തിക്കേ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ കൈക്കൊണ്ട സമയം കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്നു. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട കടമ എന്റെയും നിന്റെയുമാണ്. നമ്മുടെ ഭവനത്തിൽ ഒരു സാധനം, വിലയേറിയ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതെ, അത് ഉപയോഗശൂന്യമാകാതെ, അത് അങ്ങനെ തന്നെ ഉപയോഗിക്കണം എന്നുള്ളത് ആ വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഓർഡർ ചെയ്തു, കമ്പനിക്കാർ ആ സാധനം ഓൺലൈൻ ആയിട്ടോ ഓഫ്ലൈൻ ആയിട്ടോ നിങ്ങളുടെ ഭവനത്തിൽ അത് എത്തിച്ചു, ഇല്ലേ? നിങ്ങൾ അതിനെ വേണ്ട വിധത്തിൽ അത് എങ്ങനെ ആ ഇൻസ്ട്രുമെന്റിനെ എങ്ങനെയാണോ നിയമം അനുശാസിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ അതിനെ ഉപയോഗിച്ചാൽ അതിന് ലോങ് ലൈഫ് ഉണ്ട്. ഇല്ല, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അധികം ആയുസ് കാണുകയില്ല. കുറച്ച് കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ അത് കേടായി. പിന്നെ കടന്ന് കയ്യും കാലിന്ന് അനേകർ അങ്ങനെ കയ്യും കാലിട്ട് അടിക്കുകയാണെന്ന്. അങ്ങനെ കയ്യും കാലിട്ട് അടിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. സ്തോത്രം. നിക്കക്കളിയില്ലാതെ നിൽക്കുക. ഓ റിഖവല ശവനദിന ഘടകമന. കാരണം എന്താണെന്നറിയാമോ? കർത്താവിനെ പ്രാപിച്ച് ഇഷ്ടപ്രകാരം നടന്നിട്ട് കർത്താവ് നഷ്ടപ്പെട്ടു. സ്തോത്രം. നീ ആ ആലിലെ മുന്തിരിവള്ളിയിൽ വസിച്ച് ഫലം കൊടുക്കുന്നവനായി മാറണം. ആത്മാവിന്റെ ഫലങ്ങൾ, ആ ഫലങ്ങളെ ഒന്ന് വായിച്ചേ. ആത്മാവിന്റെ ഫലങ്ങൾ ഗലാത്യർ 5-ാം അധ്യായം 22 മുതൽ താഴോട്ട് ചില വാക്യങ്ങൾ. ആത്മാവിന്റെ ഫലങ്ങൾ മാത്രം. സ്തോത്രം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. അപ്പോ യഹൂദന്റെ ന്യായപ്രമാണം പോലും മാറി നിൽക്കുന്നതാണ് നിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ. നിന്റെ അകത്ത് ക്രിസ്തു വന്നാൽ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം കൂടി ചേർത്തൊന്ന് വായിച്ചേ. ഫിലിപ്പിയർ 2:5. ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. പൗലോസിന്റെ കാലത്ത് ഏറ്റവും അധികം മറ്റുള്ളവരെ, അല്ലെങ്കിൽ പൗലോസിനെ തന്നെ ഏറ്റവും അധികം സാമ്പത്തികമായും എല്ലാ നിലയിലും സഹായിച്ചിരുന്ന ഒരു സഭയോട് പൗലോസ് ആത്മാവിൽ ദൂത് പറയുകയാ. ക്രിസ്തുവേശുവിലുള്ള ഭാവം നിനക്ക് വേണം ഫിലിപ്പിയ സഭയെ. അത് നീ വിട്ടുകളയരുത്. ഇടയ്ക്കിടയ്ക്ക് നീ നിന്റെ ഇഷ്ടപ്രകാരം അങ്ങ് തലയിൽ തരികിട കാണിക്കുന്നുണ്ട്. പക്ഷെ ആ പരിപാടി അവിടെ നിർത്തിയിട്ട് ക്രിസ്തുവേശുവിലുള്ള ഭാവത്തിൽ നീ വർദ്ധിച്ചു വന്നാൽ നീ സ്വർഗത്തിൽ കാണും. ക്രിസ്തുവേശുവിന്റെ ഭാവത്തിൽ നീ വർദ്ധിച്ചു വന്നാൽ നീ സ്വർഗത്തിൽ കാണുമെന്ന്. സ്തോത്രം. ക്രിസ്തുവേശുവിലുള്ള ഭാവം എന്താ ഭാവം? മറ്റൊരിടത്ത് പൗലോസ് ചോദിക്കുന്നു, ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞവനാര്?
ക്രിസ്തുവിന്റെ മനസ്സിനെ അറിഞ്ഞവൻ. ക്രിസ്തുവിന്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ അപ്പന്റെ മനസ്സ്, അപ്പന്റെ മനസ്സ് മക്കൾ അറിയണമെങ്കിൽ മക്കൾ അപ്പനോട് കൂടെ സമയം ചെലവഴിക്കണം. മക്കൾ അപ്പനോട് കൂടെ സമയം ചെലവഴിക്കണം, അപ്പനോട് കൂടെ ഇരിക്കണം, അപ്പനെ കേൾക്കണം. ഇന്ന് അപ്പന്മാരെ കേൾക്കാൻ ആർക്കും സമയമില്ല. ഇന്ന് അപ്പന്മാരോട് ഓർഡർ ചെയ്യുകയാ, അപ്പന്മാരോട് കൽപ്പിക്കുകയാ. അപ്പനോട് പറഞ്ഞില്ല അങ്ങോട്ട് പോകരുതെന്ന്, അപ്പന് വയ്യാതിരിക്കുവല്ലേ, അപ്പന് ഷുഗർ അല്ലേ, അപ്പന് BP അല്ലേ, അപ്പനവിടെ ഒറ്റയ്ക്കുള്ളെന്ന് അറിയത്തില്ലയോ? ഓർഡർ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് ഓർഡർ കൊടുക്കല്ലേ. ദൈവം ഒറ്റ ഓർഡറേ തന്നിട്ടുള്ളൂ. പുതിയ നിയമസഭയ്ക്ക്, പുതിയ നിയമത്തിലെ ജനത്തിന് ഒറ്റ ഓർഡറേ തന്നിട്ടുള്ളൂ. എന്താ ഓർഡർ? മത്തായി 28:18 മുതൽ താഴോട്ടുള്ള വാക്യം. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ശ്രേഷ്ഠമായ ദൈവത്തിന്റെ ഓർഡർ, കൽപ്പന. സ്തോത്രം. അത് നിവർത്തിക്കപ്പെടണമെങ്കിൽ ക്രിസ്തു എന്റെ അകത്ത് വേണം. ക്രിസ്തു എന്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ ക്രിസ്തുവിന്റെ ഭാവം എന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ക്രിസ്തുവിന്റെ മനസ്സ് അത് വെളിപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെ നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ദൈവം നമുക്കിതെല്ലാം ഫ്രീ ആയി തന്നിരിക്കുക. പക്ഷെ നമുക്കിതൊന്നും അക്സെപ്റ്റ് ആകുന്നില്ല. ദേവദാസന്മാർ വന്നിട്ട് പറയും, സഹോദര സഹോദരി, ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവം നിന്നെ വേലയ്ക്കായി വിളിച്ചിരിക്കുന്നു. നീ ഓസ്ട്രേലിയയിൽ പോകും, തണുപ്പുള്ള ദേശത്ത് പോകും, മഞ്ഞുരുകുന്ന ദേശത്ത് പോകും, അവിടെ പോകും, ഇവിടെ പോകും, എല്ലായിടത്തും പോകും. പക്ഷെ വടക്കേന്ത്യയിൽ പോകുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. സ്തോത്രം. എവിടെയെങ്കിലും പോ, നിന്നോട് ദൈവം അങ്ങനെ ഒരു ദൂത് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ പൊക്കോ, നോ പ്രോബ്ലം. പക്ഷെ നീ ചെല്ലുന്നിടത്ത് കർത്താവിനെ സാക്ഷിക്കണം. സ്തോത്രം. യേശുവിനെ ഉയർത്തണം. വടക്കേന്ത്യയിലേക്ക് പോകാൻ പലർക്കും ഭയമാണ്. ഞാൻ വടക്കേന്ത്യയില, ഗുജറാത്തില. ഞാൻ ഗ്രാമങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാ. ദൈവം അനുവദിച്ച നാളെ രാവിലെ ഗ്രാമങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോ പലവിധമായ അസൗകര്യങ്ങളുണ്ട് അവിടെ. നമ്മുടെ മനസ്സിനിണങ്ങിയ, നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളൊന്നും അവിടെ കിട്ടത്തില്ല, സൗകര്യങ്ങൾ കാണത്തില്ല. ഇതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇന്ന് ഞാൻ പറഞ്ഞു വന്നത്, പലർക്കും പോകാൻ ഭയമാണ്. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് നോർത്ത് ഇന്ത്യക്കാരെയാണ് ദൈവം, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ ആമേൻ കൂടാരത്തിനടുത്തേക്ക് കാടയെ വർഷിപ്പിച്ച് അടുപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷിപ്പാൻ, ഹല്ലേലൂയ, അവർ കിടന്ന് വെറുവെറുത്തപ്പോൾ അവർക്ക് ഭക്ഷിപ്പാനായി അവൻ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടന്ന ലിവ്യാഥാന്റെ തലയെ തകർത്ത് ചിറക് പിടിപ്പിച്ച് അതിനെ പറപ്പിച്ച് നിനക്ക് കയ്യെത്തി പിടിക്കാവുന്ന ഭാവത്തിൽ അതിന്റെ കൂടാരത്തിനടുത്ത് കൊണ്ടുവന്ന് നിർത്തി എന്നതുപോലെ ലക്ഷക്കണക്കിന് നോർത്ത് ഇന്ത്യയിലെ സഹോദരി സഹോദരന്മാരെയ ദൈവം ഒറീസയിൽ നിന്നും, UP-യിൽ നിന്നും, ബീഹാറിൽ നിന്നും, ബംഗാളിൽ നിന്നും ഒക്കെ പറത്തിക്കൊണ്ടുവന്ന് കേരളത്തിന്റെ മണ്ണിലിട്ടിരിക്കുന്നത്. സ്തോത്രം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ കേരളത്തിൽ ചെന്നപ്പോ എന്റെ ഒരു സുഹൃത്ത് ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് എന്നെ കൊണ്ടുപോയി. അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു അച്ചായൻ അവിടെ ഉണ്ട്. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിന് അടുത്ത്, അതിന്റെ ബാക്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിനകത്ത് ചെറിയൊരു കട അദ്ദേഹം നടത്തുക, ഒരു ചായക്കട നടത്തുക. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ചായയും അല്പമല്ലാത്ത ചെറിയ കടികളൊക്കെ ഉള്ളൂ. പക്ഷെ ആ കടയുടെ ചെറിയൊരു ഒറ്റമുറി കട, അതിന്റെ ചുമരിലെല്ലാം
വ്യത്യസ്ത ഭാഷകളിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി ഇങ്ങനെയുള്ള ഭാഷകളിലൊക്കെ ദൈവത്തിന്റെ വചനത്തിന്റെ സ്റ്റിക്കറുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുക. സ്തോത്രം. ആ കോമ്പൗണ്ട് മുഴുവനും മൊബൈലിന്റെ കടകളാ, നിറച്ച് മൊബൈലിന്റെ കടകളാ. മുഴുവൻ നോർത്ത് ഇന്ത്യൻസാ വരുന്നത്. UP-ക്കാര്, ബീഹാറികള്, ബംഗാളികള്, ഒറീസക്കാരന്മാർ, ഇവരെല്ലാം വരികയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. നേപ്പാളികളുണ്ട്. അദ്ദേഹം ഒരു നേപ്പാളിയെ പരിചയപ്പെട്ടു, അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു. എന്നിട്ട് ആ നേപ്പാളി രക്ഷിക്കപ്പെട്ടു, അദ്ദേഹത്തിന്റെ കുടുംബം രക്ഷിക്കപ്പെട്ടു. അദ്ദേഹം മുഖാന്തരം അവര് താമസിക്കുന്ന ആ ഏരിയയിൽ ചെറിയൊരു കൂട്ടായ്മ അദ്ദേഹം തുടങ്ങി. ആ സഹോദരനെ പ്രാർത്ഥിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി താൻ അയച്ചു. ഇപ്പൊ ആ പുള്ളി നേപ്പാളിലാണ്ട് വേല ചെയ്യുക. അപ്പൊ ഇങ്ങനെ കുറച്ചു പേരൊക്കെ ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ, കുറച്ചു പേരൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് പലതും അറിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങ് വിട്ടുകളയുക. ദൈവത്തിന് അറിയാത്തത് എന്താ ഉള്ളത്? മോശെ പറഞ്ഞു, കർത്താവെ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ, കാര്യം എനിക്ക് വയസ്സ് 80 നീ വേറെ ആരെങ്കിലും പറഞ്ഞു വിട്. എന്റെ ചേട്ടച്ചാരുണ്ട്, പുള്ളി നല്ല ഡോക്ടറേറ്റ് എടുത്ത പുള്ളിയാണ്, നല്ല വിദ്യാഭ്യാസമാണ്. പുള്ളി കുമ്പനാട് സെമിനാരിയിൽ നിന്ന് DTH, VTH, CTH സർവത്ര എടുത്തിട്ട് പുള്ളി ഇങ്ങനെ ഇരിക്കുക, എങ്ങും പണി കിട്ടാതെ ഇങ്ങനെ ഇരിക്കുക. പുള്ളിയെ പറഞ്ഞു വിടും. ഞാൻ അവിടെ അഡ്മിഷന് ചെന്നിട്ട് എന്റെ നാവ് ശരിയല്ലാത്തതുകൊണ്ട് അഡ്മിഷൻ ഒന്നും തന്നില്ല അവര്. എനിക്ക് അഡ്മിഷൻ തന്നില്ല, പഠിക്കാത്ത ഇറക്കി വിട്ടു. എനിക്ക് നിന്നെയാ വേണ്ടത്. ഇന്ന് ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നത്, എനിക്ക് നിന്നെയാ വേണ്ടത്. നിന്റെ മുടന്ത് എനിക്ക് വിഷയമല്ല, നിന്റെ ബലഹീനത എനിക്ക് വിഷയമല്ല, നിന്റെ അറിവില്ലായ്മ എനിക്ക് വിഷയമല്ല, നിന്റെ രോഗം എനിക്ക് വിഷയമല്ല, നിന്റെ വിക്ക് എനിക്ക് വിഷയമല്ല. പിന്നെ എന്താ വിഷയം? എനിക്ക് വിഷയം നീയാ, നീ വേണം, നീയാണ് എന്റെ വിഷയം. തട്ടാമുട്ടികളൊക്കെ ഒത്തിരി പറഞ്ഞു മോശെ, നമുക്കറിയാവുന്ന സംഭവമാണല്ലോ. ഞാൻ വിക്കനാണ്. ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ നാവോട് കൂടെ ഇരിക്കും, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ഇവൻ അതിന്ന് അല്പം പോലും മാറാതെ വന്നപ്പോൾ ദൈവത്തിന് കോപം ജ്വലിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ വായിച്ചത് അങ്ങനെയാ, തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ദൈവത്തിന് കോപം ജ്വലിച്ചു. ആരോട്? മോശയോട്. എന്തിന് കോപം ജ്വലിച്ചു? ദൈവം തമ്പുരാൻ പറഞ്ഞത് കേട്ട് അനുസരിക്കാത്തത് കൊണ്ട്. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാ. ദൈവത്തിന്റെ കോപം ജ്വലിച്ചിരിക്കുക പലരുടെ ജീവിതത്തിൽ. ദൈവത്തിന്റെ കോപം, ദൈവം പറയുന്നത് അനുസരിക്കാത്തതിടത്ത്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു, അനുസരണം കെട്ടവരുടെ മേൽ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. സഭയോട് പറഞ്ഞ ദൂതാണത്. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ശുശ്രൂഷ ഇങ്ങനെയാണ് കേട്ടോ ദൈവമക്കളെ. അമേരിക്കയിൽ വിടാന്നും മക്കളെ കെട്ടിച്ചു വിടാന്നുള്ള ദൂതൊന്നും എന്റെ വായിൽ വരത്തില്ല. നീ ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയോട് ചേർന്ന് ഫലം കായ്ക്കുന്ന നല്ലൊരു കൊമ്പായി നീ വളർന്നാൽ അതിൽ നല്ല ഫലമുണ്ടാകും. സ്തോത്രം. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് വചനം പറയുന്നു. അപ്പൊ നീ ഇവിടെ ചേർന്നിരുന്നാ മതി. നീ നിന്റെ ബലഹീനത നോക്കണ്ട, നിന്റെ കഴിവില്ലായ്മകൾ നോക്കണ്ട, നിന്റെ മറ്റൊരു കാര്യങ്ങൾ നീ നോക്കണ്ട. കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു. ആർക്കും വേണ്ടാതെ കിടന്ന പുറംപറമ്പിൽ എറിയപ്പെട്ട് കിടന്ന നമ്മെ സ്വർഗത്തിന് കരുണ തോന്നിയിട്ട്
സ്വർഗത്തിലെ ദൈവത്തിന് കരുണ തോന്നിയിട്ട്